ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് ഒരു ഡിഷാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തലേ ദിവസത്തെ ചപ്പാത്തിയാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു 2 എണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം. എനിക്കിപ്പോൾ 2 എണ്ണം മതി. അപ്പോൾ 2 എണ്ണം ഞാൻ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കത്രി കൊണ്ടോ കത്തി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് പിച്ച് നുറുക്കിയിട്ടാലും മതി. ഞാൻ കത്തി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു ചട്ടി എടുത്തിട്ട് പാനോ ചട്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണയിലേക്ക് കടുകൊക്കെ ഇടുന്നവർക്ക് ഇടാം, ഞാൻ കടുക് ഇട്ടിട്ടില്ല. ജസ്റ്റ് സവാള കുറച്ച് ഇട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. വേറെ പച്ചമുളകോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ. അതിലേക്ക് ഞാനൊരു 3 മുട്ട ഉടച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറെ പാത്രത്തിൽ ഉടച്ചൊഴിച്ചത്, മുട്ട ഇപ്പോൾ ചൂടുകാലല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇനി കേടങ്ങാനുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചപ്പാത്തി ഇടുന്നേക്കാളും മുന്നേ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനാണ്. ഞാൻ വല്ലാണ്ട് ഇങ്ങനെ സ്പൈസി ആക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ പച്ചമുളകൊക്കെ ചേർക്കായിരുന്നു. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ട് ഉണ്ടാക്കണതൊന്നുമല്ല. തക്കാളിയൊക്കെ ഇടുന്നവർക്ക് ഇടും, അപ്പോൾ ഇങ്ങനെ കുറച്ച് കുഴഞ്ഞിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തക്കാളി ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ചപ്പാത്തി ആ ചൂടൊക്കെ തട്ടിയിട്ട് കുറച്ച് ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും കേട്ടോ. നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല, പക്ഷെ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.